ഹേ വാട്സപ്പ്. അപ്പോൾ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ നിന്ന് മറ്റൊരു പുതിയ വ്ളോഗിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേന് എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ഫുഡ് വ്ളോഗാണ്. ചെറിയ മഴ കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മൂന്നാറിലോട്ടേക്കുള്ള മൂന്നാറിലോട്ടേക്കുള്ള ട്രാവലിൻ്റെ ഇടയിലാണ്. ഓൾമോസ്റ്റ് മൂന്നാർ എത്തിയിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റത്തെ വ്ളോഗ് എൻ്റെ ചെയ്ത് ഓൾമോസ്റ്റ് അവിടെ നിന്നാണ്. നിങ്ങൾ ഇന്നലത്തെ വ്ളോഗ് കണ്ടിട്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോ തീർന്ന ഉടനെ ആ വ്ളോഗ് ചാടിക്ക് പോയി കണ്ടിട്ട് വരണം. ആൻഡ് നമ്മൾ പോകാൻ പോണ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലിബാബ ആൻഡ് 41 ഡിഷസ് എന്നാണ് ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഓൾമോസ്റ്റ് 4.9 കിലോമീറ്റർ 10 മിനിറ്റ് ട്രാവലും ഉണ്ട്. ഈ ഒരു റെസ്റ്റോറൻറ്റ് സിറ്റുവേറ്റ് ചെയ്യണം ഓൾഡ് മൂന്നാറിലാണെന്നാണ് എൻ്റെ ബലമായ വിശ്വാസം. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോകാം. അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, റെസ്റ്റോറൻറ്റിൽ എത്തണേനുണ്ടെങ്കിൽ ഞാൻ പിന്നെയും വന്നത് സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ലെങ്കിൽ ഞാൻ വോയിസ് ഓവർ ചെയ്യാം. കുറച്ച് നാളുകൾ മുന്നേ ഇവിടെ ഒരു പാർക്ക് തുടങ്ങുന്ന ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ആൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പറയാൻ പാടില്ല, ഈ റോഡിൻ്റെ അപ്പുറത്തുള്ളതാണ് ആ ഒരു പാർക്ക്. ഞാൻ അത് റീസ്റ്റാർട്ട് ചെയ്തു എന്നുള്ള കാര്യം കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ സംഭവം അത്ര സെറ്റപ്പാണ് എന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. പക്ഷേ കുറേ നല്ല ഫ്ലേവേഴ്സ് ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. നിങ്ങൾ ഈ പാർക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിൽ എന്നോട് താഴ്ത്തു വന്ന് പറയാം. ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഉള്ളത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം ഇവിടെ വന്ന് നോക്കാം. ചെറിയൊരു കണ്ടന്റ് ആവുമല്ലോ, വെറുതെ തന്നെ നമ്മളൊരു കണ്ടന്റ് ഇല്ലാണ്ടാക്കണേ. അപ്പോൾ ശരിയാണ്. ആ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ പരിപാടികൾ കാണണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്താണ് ഉള്ളതെന്ന് അറിയണമെങ്കിൽ നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ 1 കിലോമീറ്ററും കൂടെ ഉള്ളു നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക്. അപ്പോൾ ശരി, അവിടെ ചെന്നിട്ട് വേണം. ഫൈനലി ഞാൻ റെസ്റ്റോറൻറ്റ് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. മൂന്നാർ KSRTC ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ദാ കാണുന്നതാണ് റെസ്റ്റോറൻറ്റ്. അപ്പം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാനിവിടെ നിർത്തിയേക്കണേ. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഫൈനലി വി ഹാവ് റീച്ച്ഡ് അറ്റ് അലിബാബ ആൻഡ് 41 ഡിഷസ്. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് റെസ്റ്റോറൻറ്റ്. ആൻഡ് ദ ഫൺ ഫാക്റ്റ് ഈസ് ലുക്ക് അറ്റ് ദ വ്യൂ ഗൈസ്. ഈ റൂട്ട് ഞാൻ പോയിട്ടുണ്ട്. ഇത് നല്ല അടിപൊളിയൊരു റൂട്ടാണ്. എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയാൻ പാടില്ല. അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറ. സ്തംഭം മനസ്സിലായോ? ആ ഒരു സൈഡാണ് മൂന്നാർ KSRTC സ്റ്റാൻഡ്. ഫസ്റ്റ് ലെഫ്റ്റ് ഉള്ളിലോട്ടേക്ക്. ആർക്കെങ്കിലും അറിയുമെന്ന് നോക്കട്ടെ. അപ്പം ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് വരേണ്ട ലൊക്കേഷൻ. വേണ്ടവർക്ക് ഞാൻ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. ഞാൻ ഇന്ന് ജസ്റ്റ് ഒരു ബിരിയാണിയാണ് ട്രൈ ചെയ്യാൻ പോണേ. ആൻഡ് ഇന്നത്തെ ഫുഡ് എനിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ പിന്നെ വരാം. എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ബായ്. അത്യാവശ്യം നല്ല തിരക്കും നല്ല വെയിറ്റിംഗും ഉണ്ടായിരുന്നു. ആൻഡ് നമുക്കിപ്പോൾ ഇരിക്കാനൊരു സ്പോട്ട് കിട്ടിയേക്കാണ്. വി ആർ ഗോണ ഹാവ് ഫുഡ്, വി ആർ ഗോണ ടേസ്റ്റ് ഹൗ ഈസ് ഹിയർ. എങ്ങനെയുണ്ട് ഇവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ എന്ന് നോക്കിയിട്ട് നമുക്ക് അഭിപ്രായം പറയാം. ഇത് പറഞ്ഞ മേലത്തെ സ്പേസാണ്. അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് കിട്ടിയേക്കുന്ന ഒരു സ്പോട്ട് ഇതാണ്. ഒന്ന് ഇരുന്നേക്കാം. ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് വളരെ റാൻഡായിട്ട് ഒരാളെ കണ്ടുപറ്റി. പുള്ളിക്കാരൻ ഹൈദരാബാദിലുള്ള ഒരാളാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺഎക്സ്പെക്റ്റഡ് മീറ്റിംഗ്. എന്തോ എനിക്കൊരു പ്രതീക്ഷ നമ്മൾ ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളിൽ പുള്ളിക്കാരനും ഒരു പാട്ടാകുമോ എന്തോ. പുള്ളിയും ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇൻസ്റ്റ ID ഷെയർ ചെയ്തു. ചേട്ടന് മെനു വേണ്ട, ഒരു ബിരിയാണി എടുത്തു. ബിരിയാണി അപ്പം ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഫുഡ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ അഭിപ്രായം പറയാം. ബിരിയാണി കേട്ടിട്ട് ചിക്കൻ ബിരിയാണി. താങ്ക് യു. What's your name, brothers? Where are you from? Assam. Yeah, thank you very much. Thank you. So, biryani, papat, acha, salad. കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാം.
അല്ല, വേറൊരു കാര്യമുണ്ട്. കഴിക്കണേന് മുന്നേ മെയിൻ പ്രോഗ്രാം ഉണ്ട്. നമുക്ക് തമ്മിലാക്കണം. തമ്മിലിന് വേണ്ടി ഒരു ഫോട്ടോ എടുക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ 100-200 വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലുകൾക്കൊക്കെ വേണ്ടി. ഈ ഒരു ചാനലിൽ ഓൾമോസ്റ്റ് ഒരു 160+ വ്ളോഗ്സ് ചെയ്തിട്ടുണ്ട്. മറ്റേ ചാനലിൽ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അത്രയും ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ഫുഡ് വ്ളോഗ് ആദ്യമായിട്ടാണ്. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഫോട്ടോയിൽ തമ്മിലിന് സെറ്റപ്പ് ആവുമെന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും ഈ ഒരു എത്ര നേരം സ്ക്രീൻ നോക്കി സംസാരിച്ചു. ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറണമെന്ന് പറഞ്ഞാൽ ഞാൻ ഫ്രണ്ടിൽ വെച്ച് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ആ ഒരു ഫോട്ടോ ആണെങ്കിൽ നമുക്ക് തമ്മിൽ നോക്കാം. എന്നിട്ട് ഈ ഒരു ബിരിയാണിയുടെ ഫോട്ടോ നമുക്ക് അതിലോട്ടേക്ക് ബ്ലെൻഡ് ചെയ്തിടാം. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഇതുവരെ ഫുഡ് വ്ളോഗോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് എൻജോയ് ചെയ്യണം. അതായിരുന്നു ഫുഡ് വ്ളോഗ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയുള്ള എൻ്റെ ഒരു നൈവപ്പം. പക്ഷെ വീഡിയോ എടുക്കുമ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റത്തില്ലേ, കഴിച്ചു പോകും. സാധാരണ ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ബിരിയാണി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ റൈസും അതിൻ്റെ മസാലയും കൂട്ടി ആദ്യം ടേസ്റ്റ് ആകും. കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. ചെറിയ കൈമ റൈസാണ് യൂസ് ചെയ്തേക്കണേ. ബിരിയാണി റൈസ് ആണെങ്കിലും ഒരു ഇത്തിരി ബോയിലായിട്ടുണ്ട് കൂടുതൽ. മസാല രുചിയുണ്ട്. 3 പീസ് ചിക്കനുണ്ട്. ലാവിഷ്. ശരിക്കും മൂന്നാറത്ര നല്ല ഫുഡ് സ്പോട്ട് കിട്ടുന്ന സ്ഥലമില്ല. ഇതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും കൊള്ളാം. ഞാൻ ബാക്കി ഫുഡ് കഴിച്ചിട്ട് വരാം. ചിക്കൻ പീസ് വേണം ട്രൈ ആകാം. രസമുണ്ട് കേട്ടോ, ഹെവി ആയിട്ടുണ്ട്. എന്തായാലും ഫുഡ് കഴിക്കട്ടെ, ഫുഡ് കഴിച്ചിട്ട് വരാം. ഈ ബിരിയാണിയുടെ കൂടെ ഈ കിട്ടിയേക്കണ അച്ചാറാണ്, നല്ല അച്ചാറാട്ടോ. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി നാരങ്ങച്ചാറിനോട് ഇഷ്ടം. മാങ്ങാച്ചാറിനോട് വലിയ താല്പര്യമില്ല. ബിരിയാണിയുടെ കൂടെ ഉള്ളൊരു ടോട്ടൽ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരങ്ങച്ചാറാണ്. പക്ഷെ എന്നാലും കൊള്ളാം. അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. കൊള്ളാമായിരുന്നു, അടിപൊളി. വേറെ കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ ആദ്യത്തെ ഒരു ഫുഡ് ബ്ലോഗിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇപ്പം ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ട് ഇറങ്ങിയേക്കുവാണ്. വീണ്ടും വ്യൂ നോക്കൂ, കൊള്ളാലോ. ഈ ഒരു സ്റ്റെയർ ഉണ്ടായിരുന്നു, ചുമ്മാ സ്റ്റെപ്പിൻ്റെ അടുത്ത് മുതൽ കയറുന്ന ഒരു പ്ലാറ്റ്ഫോം. ഇത് ഭയങ്കര ഒരു ചെറിയ നൊസ്റ്റാൾജിയ എനിക്ക് തരുന്നുണ്ട്. ഞാൻ ഈ ഒരു ഫുഡ് മീൻസ് സ്പോട്ടിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ നിങ്ങളോട് പറയാമല്ലോ, ഞാൻ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ടെന്ന്. അത് ഒരു വ്ളോഗ് ചെയ്തുകൊണ്ടായിരുന്നു വന്നത്. ട്രാവലേഴ്സ് മെമ്മറീസിലോട്ട് തന്നെ വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ ഫ്രണ്ട് ഞാനും ഉണ്ടായിരുന്നു. അശ്വിൻ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരുടെ കൂടെ വന്നത്. അന്ന് ഞാൻ അവനെ ഇതിൻ്റെ മുകളിൽ നിർത്തിയിട്ട് ഈ ഒരു റൂട്ട് ഇവിടുന്ന് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയി അവരെ കൊണ്ട് വീഡിയോ ഒക്കെ എടുപ്പിച്ചിട്ടുണ്ട്. രസമായിരുന്നു. സമോട്ട് മെമ്മറീസ്. എന്താ പറയുക, സത്യം പറഞ്ഞാൽ ഇറങ്ങി വന്ന് നടന്ന് സംസാരിച്ചപ്പോഴത്തേനും ഒരു കാര്യം പറഞ്ഞായി. ഫുഡിനെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ ഫുഡ് ഓക്കെയാണ്, വലിയ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. ക്വാണ്ടിറ്റി ആണെങ്കിലും ഓക്കെ, ക്വാളിറ്റി ആണെങ്കിലും നൈസ്. റേറ്റിൻ്റെ കാര്യം ശരിക്കും ഈ ഒരു റെസ്റ്റോറൻറ്റിനെ കുറിച്ച് ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ ഞാൻ കുറച്ച് ആൾക്കാരോട് ചോദിച്ചപ്പോൾ റേറ്റ് കുറച്ച് കൂടുതലാണ്, ഒരു ഇത്തിരി എക്സ്പെൻസീവ് സൈഡിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഇത് ഓക്കെയാണ്. കാരണം നമ്മളൊരു ബിരിയാണി മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഒരു ഫുൾ ബിരിയാണിക്ക് ഇവിടെ വന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ
210 അത് വലിയ സീനില്ല, കാരണം അതിനുള്ളൊരു ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ റൈസ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഓക്കെയാണ്, എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. മഴ പെയ്യുന്നുണ്ട്, ഞാനെന്നാൽ ബാക്കി പരിപാടികളിലോട്ടേക്ക് പോകട്ടെ. പിന്നെ ഈ ഒരു വീഡിയോ വലിയ കുഴപ്പമില്ലാണ്ട് ഈ ഒരു വീഡിയോ കണ്ടു നിൽക്കുന്ന എല്ലാവരോടും എൻ്റെ ഒരുപാട് നന്ദിയും സന്തോഷമുണ്ട്. സ്റ്റേ വിത്ത് എ ഫാമിലി നമ്മൾ കുറച്ച് കൂടുതലും നല്ല അടിപൊളി കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. ഇനിയാണെങ്കിലും മുന്നോട്ടേക്ക് സീരിയസ് ആയിട്ട് നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ മേക്ക് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവരുടെ തന്നെയാണെങ്കിൽ കുറച്ച് ബാർബിക്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്, നല്ല സെറ്റപ്പ് ഫുഡാണ് എന്നാണ് അവരവകാശപ്പെടുന്നത്. അപ്പോൾ അവരവകാശപ്പെട്ട കാര്യങ്ങളെല്ലാം ഉള്ളതാണോ, ആ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ പറയുക, കമൻറ്റ് ബോക്സിൽ ഒപ്പീനിയൻ ഷെയർ ചെയ്യുക. നല്ല മഴ വരുന്നുണ്ട്, അടിപൊളിയാണ്. ഞാൻ അടുത്ത വീഡിയോയിലോട്ടേക്ക് പോകട്ടെ. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ അടുത്ത വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ മൂന്നാറിലുള്ള കുറച്ച് ലോക്കൽസിനോട് എങ്ങനെയുണ്ട് ഈ മൂന്നാറിലെ ലൈഫ്, എങ്ങനെയാണ് അവർ ഓക്കെ ആണോ, അവരുടെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത് എന്ന് അറിയുന്നൊരു വീഡിയോ ആണ്. ഞാനൊരു 3-4-5 പേരെ പോയി കോണ്ടാക്ട് ചെയ്ത് അവരെ നേരിട്ട് പോയി കണ്ട് അവരോട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അവരിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ വെറുതെ മനസ്സിലാക്കാം എന്ന് വിചാരിച്ച് എടുക്കുന്നൊരു വീഡിയോ ആണ്. നാളെ ഇതേ സമയം 7 മണിക്ക് കൃത്യം നമ്മുടെ വീഡിയോ വരുന്നതായിരിക്കും.